ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നാനോ വൈറ്റ് 4K കൊണ്ട് ഇതാ ഒരു അടിപൊളി വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം ബോറടിപ്പിക്കാതെ നേരെ വർക്ക് സൈറ്റിൽ വിടാം. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വർക്ക് സൈറ്റ് എറണാകുളം ജില്ലയിലെ കോതമംഗലം തൃക്കാരിയൂരാണ് നമ്മളിന്ന് നാനോ വൈറ്റ് കൊണ്ടുള്ള വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള നാനോ വൈറ്റ് ഇതാണ്. നാനോ വൈറ്റ് G7 അല്ല, നാനോ വൈറ്റ് 4K ആണിത്. അപ്പോൾ നമ്മുടെ നാനോ വൈറ്റ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കുമിയുടെ സ്പീഡ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് നാനോ വൈറ്റ് 4K കട്ട് ചെയ്യുന്നത്. നാനോ വൈറ്റ് 4K എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ നാനോ വൈറ്റ് അല്ല. ഒറിജിനൽ നാനോ വൈറ്റ് എന്ന് പറയുമ്പോൾ G7 സീരീസിലേക്ക് വന്നാലാണ് ഒറിജിനൽ നാനോ വൈറ്റ് ആവുകയുള്ളൂ. ഇത് നമ്മുടെ ഫുൾ ബോഡി ടൈലിൻ്റെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഗ്ലാസ് കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. സിങ്കൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. നേരെ മറിച്ച് നമ്മൾ നാനോ വൈറ്റ് G7 ആണെങ്കിൽ എത്ര ചെറിയ പീസ് വരെ നമുക്ക് ട്രോളിയിലായാലും കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 സെൻറ്റിമീറ്ററിൻ്റെ പീസ് വരെ നമുക്ക് ട്രോളിയിൽ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്പീഡ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നാനോ വൈറ്റ് കട്ട് ചെയ്ത് സൈസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചിപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. സ്പീഡ് ബ്ലേഡ് അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സ്ലാബൊക്കെ കയറ്റി വെച്ച് വാഷ് ബേസിനൊക്കെ വെച്ച് അളവെടുത്ത് കറക്റ്റ് ചെയ്തെടുക്കാം. വാഷ് ബേസിൻ്റെ വേസ്റ്റ് വെള്ളം പോകുന്ന ഹോള് 3 ഇഞ്ച് സ്ക്വയറിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ടാപ്പിനുള്ള പോയിൻറ്റ് നമ്മൾ പിന്നീടാണ് നാനോ വൈറ്റൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ ചെയ്ത MYK ഇലക്ട്രിക്കിൻ്റെ PUA 212 ഉപയോഗിച്ചിട്ടാണ് മൾട്ടിവുഡിൻ്റെ മുകളിൽ നമ്മൾ നാനോ വൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. നാനോ വൈറ്റൊക്കെ ഫിക്സ് ചെയ്യാൻ എപ്പോഴും ഇതേപോലുള്ള ഗമ്മുകളാണ് എപ്പോഴും നല്ലത്. എപ്പോഴും വൈറ്റ് ബേസ്ഡായ അദസീവ് ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യുക. എങ്കിലാണ് നമുക്ക് ആ ബ്രൈറ്റ്നെസ് മുകളിലോട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ പൈപ്പിൻ്റെ ഹോള് ഇടാനുള്ള ഭാഗത്ത് മാത്രം അല്പം ഒഴിവാക്കിയിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് മുട്ടി ഉറപ്പിച്ച് സെറ്റാക്കുകയാണ്. അടുത്ത് നമ്മൾ ഡബിൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എറാൾലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അതിൽ മിക്സാക്കി എടുക്കുകയാണ്. എറാൾലൈറ്റിൻ്റെ കളർ ഒരു ഐവറി ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡ്യൂറോഫിലിൻ്റെ ഗ്ലാസ് എപ്പോക്സിയുടെ പിഗ്മെൻ്റ് ഉപയോഗിച്ചിട്ടാണ് അത് വൈറ്റ് ആക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ അത്യാവശ്യം വൈറ്റ് ഷെയ്ഡായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ വൈറ്റ് പിഗ്മെൻ്റൊക്കെ ആഡ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ഒട്ടിക്കാനുള്ള പീസ് 4-5 സെൻറ്റിമീറ്ററോളമുള്ള പീസാണ് നമ്മൾ ഡബിളായിട്ട് ഒട്ടിക്കുന്നത്. ഒരു സ്കട്ടിങ് പീസും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഒട്ടിക്കാനുള്ള പീസിൻ്റെ അടിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രോളിയിൽ നിന്ന് കട്ട് ചെയ്യുമ്പോഴുള്ള തുരുമ്പ്, ചെളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗ്രൈൻഡറിൽ പാട് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അടിച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം വേണം നമുക്ക് ഗം അപ്ലൈ ചെയ്യാനായിട്ട്. എറാൾലൈറ്റ് അടുത്തടുത്തായിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും മാത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലഷ് ക്വിക്ക് അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്ലഷ് ക്വിക്ക് അധികമായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വെക്കുന്ന ജോയിൻറ്റിലേക്ക് ഇറങ്ങി വരികയും അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് പോലെ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ജോയിൻറ്റ് പെട്ടെന്ന് എടുത്ത് കാണിക്കും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്ലഷ് ക്വിക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക. അതില്ലെങ്കിൽ നമ്മൾ പുറകിലോട്ട് ഇറക്കി അല്പമായിട്ട് അത്യാവശ്യം ചെറിയൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലായിടത്തും വെച്ച് റെഡിയാക്കി. ഇനി അതിന് ശേഷം ഡബിൾ പീസ് വെച്ച് ഒട്ടിച്ച് നമ്മൾ ക്ലാമ്പ് ചെയ്ത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലാമ്പൊക്കെ വെച്ച് ടൈറ്റ് ചെയ്തു. അതിനുശേഷം ബാലൻസ് വരുന്നത് നമ്മളെ ജോയിൻറ്റിൽ കറക്റ്റായിട്ടൊന്ന് ഫില്ലാവാത്ത എല്ലായിടത്തും ഫില്ലാക്കി റെഡിയാക്കി എടുക്കുക. അടുത്തായിട്ട് നമുക്കിനി പിറ്റേ ദിവസം പോളിഷിംഗ് ആണ്. പോളിഷിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ നമ്മൾ പാടൊക്കെ ഇട്ട് 2ാം നമ്പർ പാട് വരെ അടിച്ച് സെറ്റാക്കിയതാണ്. അതിനുശേഷം നമ്മൾ ഹാൻഡ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പോളിഷ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഗ്രൈൻഡറിൽ പാട് ഉപയോഗിച്ചിട്ട് അടിക്കാൻ നോക്കിയാൽ കുറച്ച് 2ാം നമ്പർ 3ാം നമ്പറൊക്കെ അടിക്കുമ്പോൾ മുതൽ കറുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് നാച്ചുറലായിട്ടുള്ള കളർ കിട്ടണമെങ്കിൽ ഹാൻഡ് മെഷീൻ ഉപയോഗിച്ച് അടിച്ചാൽ മാത്രമാണ് നാച്ചുറലായിട്ടുള്ള കളർ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലായിടത്തും അടിപൊളിയായിട്ട് തന്നെ കറക്റ്റായിട്ട് വെള്ളം ഉപയോഗിച്ച് അടിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. നമുക്കിപ്പോൾ അടിച്ചെടുക്കാനുള്ളത് 3, 4, 6 അത്രയും കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അടിച്ച് റെഡിയാക്കി എടുക്കുന്നത്. വേണമെങ്കിൽ 2ാം നമ്പറും കൂടി ആദ്യം അടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞങ്ങളിപ്പോൾ അത് ചെയ്തില്ല. 3ാം നമ്പർ തൊട്ടാണ് അടിച്ചിട്ടുള്ളൂ. 3, 4, 6 അത്രയും കല്ലുകൾ അടിച്ച് പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്.
നമ്മൾ 3-ാം നമ്പർ അടിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് 4-ാം നമ്പറാണ്. 4-ാം നമ്പറും നല്ല രീതിയിൽ അടിച്ചെടുക്കുകയാണ്. 4 അടിച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് കല്ലായ മഞ്ഞക്കല്ല് ഇട്ടടിക്കുകയാണ്. മഞ്ഞക്കല്ലെന്ന് പറയുമ്പോൾ 6-ാം നമ്പർ കല്ലാണ്. 6-ാം നമ്പർ കല്ല് നല്ല രീതിയിൽ അടിച്ച് റെഡിയാക്കി. അപ്പോൾ നമ്മുടെ ഫൈനൽ നമ്മുടെ പോളിഷിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്ലാസ് ഫിനിഷിങ് തന്നെ ക്ലിയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഡബിളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഇപ്പോൾ പലരും ഡബിൾ ഒട്ടിക്കുന്നതിന് പകരമായിട്ട് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനാണ് എനിക്കധികം യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ 45 ഡിഗ്രിയിൽ 2 എഡ്ജും കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ എഡ്ജിൻ്റെ സ്ട്രെങ്ത്താണ് അത് കുറയുന്നത്. 45 ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജ് ഷാർപ്പായിട്ട് വരികയും അപ്പോൾ അതിൻ്റെ എഡ്ജിൽ എന്തെങ്കിലും തട്ടുമുട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ പലരും ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് വരുമായിരിക്കും 45 ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ പോകത്തില്ല എന്നൊക്കെ. എങ്കിലും എങ്ങനെയൊക്കെ പറഞ്ഞാലും 2 എഡ്ജും ഷാർപ്പ് ചെയ്തിട്ട് ചെയ്യുന്നൊരു വർക്കാണത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും വെച്ചൊന്ന് തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡബിൾ ഒട്ടിച്ച പീസ് ചാടിപ്പോകുന്നതിലും പെട്ടെന്ന് 45 ചെയ്തത് അടന്നു പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. മച്ചാമാരെ, അപ്പം നമ്മുടെ വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ് വൈറ്റിനൊരു ബ്ലാക്ക്. നമ്മൾ വാളിലൊക്കെ മൾട്ടിവുഡാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൻ്റെ വർക്കേഴ്സ് നല്ല മനോഹരമായിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ LED വർക്കും കൂടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടെന്ന് തന്നെ പറയാം. മച്ചാമാരെ, അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നെയിം പ്ലസ് നിങ്ങൾക്ക് ഉള്ള സംശയം അതൊന്ന് ടൈപ്പ് ചെയ്താൽ മതി യൂട്യൂബിൽ. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസ് എത്തുന്നതാണ്. നിങ്ങളുടെ എന്ത് ഡൗട്ടിനും അതിന് ഉത്തരം ഉണ്ടാകുന്നതാണ്. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ താഴെ കമൻറ്റായിട്ട് അറിയപ്പെടുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മച്ചാമാർക്കും ഗുഡ് ബൈ.